നമസ്കാരം. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCCയുടെ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് തൊട്ട് പിന്നാലെ ഒരുപക്ഷെ ആ സമ്മേളനം നടക്കും. ആ സമ്മേളനം ഒരുപക്ഷെ വളരെ ചരിത്രപരമായ ഒരു സമ്മേളനമായതുകൊണ്ടാണ് ഇപ്പോൾ തിടുക്കത്തിൽ ഈ വീഡിയോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഈ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട അംഗരാജ്യങ്ങൾ അത് സൗദി അറേബ്യയും ചുറ്റുപാടുമുള്ള പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പേർഷ്യൻ ഉൾക്കടൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമാണ്. കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ ഈ രാജ്യങ്ങളെല്ലാമാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ. ആ സമ്മേളനത്തിലേക്ക് 2 രാജ്യങ്ങളെയും കൂടെ ക്ഷണിക്കുന്നു. കാരണം വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അത് ഗാസയുടെ പുനരുദ്ധാനവും അല്ലെ റീകൺസ്ട്രക്ഷനും അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണമാണ് ഔപചാരികമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ, അവർ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും സ്വല്പം മാറിക്കിടക്കുന്ന അറബ് രാജ്യങ്ങളാണ്. അവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 8-10 രാജ്യങ്ങൾ ചേർന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പോകുന്നു, കർശനമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. അതിന് ആതിഥ്യമരുളുന്നത് സൗദി അറേബ്യയാണ്. റിയാദിൽ വെച്ച് കൂടുന്ന ആ സമ്മേളനം. നമുക്കറിയാം, സൗദിയുടെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്ന് കൂടി അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ വലിയൊരു പരിഷ്കരണവാദിയാണ്. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ലോകകാര്യങ്ങൾ കാണുന്ന ഒരു നേതാവാണ്. ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയിൽ നിന്ന് ഒരു ലോക നേതാവ് എന്ന നിലയിലേക്ക് സൗദി രാജകുമാരൻ മാറിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികളെ ഉക്രൈൻ വിഷയം ചർച്ച ചെയ്യാനായി, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പരിഹാരമുണ്ടാക്കുന്ന ചർച്ച ചെയ്യാനായി റിയാദിലേക്ക് വിളിച്ച് അവിടെ വെച്ച് സന്ധി സംഭാഷണം ചെയ്യത്തക്ക രീതിയിൽ സൗദിയുടെ സ്റ്റേച്ചർ ഉയർന്നിരിക്കുന്നതായി കാണാം. അതൊരു കാര്യം. മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ ഓരോ സമയത്തും ഈ ഗാസയിൽ നടന്ന യുദ്ധം, ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചതും അതിനു മുമ്പ് ഗാസയിൽ നിന്നും ഹമാസ് ഇസ്രായേലിനെ ഒക്ടോബർ 7, 2023 നടത്തിയ ആക്രമണവും അതെല്ലാം തന്നെ സൗദി അറേബ്യയുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അബ്രഹാമിക കരാറുകൾ, അമേരിക്കയുടെ സ്വാധീനത്താൽ ഓരോരോ അറബ് രാജ്യങ്ങൾ അബ്രഹാമിക കരാറുകൾ ഇസ്രായേലുമായി എത്തിച്ചേരുമ്പോൾ അവസാന പടിയാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ കൂടി ഇസ്രായേലിനെ അംഗീകരിക്കുകയും നോർമലൈസേഷൻ ഓഫ് റിലേഷൻസ്, ഇസ്രായേലിനെ അംഗീകരിക്കുക മാത്രമല്ല ഇസ്രായേലുമായി ചങ്ങാത്തത്തിലാവുകയും അബ്രഹാമിന്റെ പേരിൽ ആദിപിതാവായ അവർ കരുതുന്ന അബ്രഹാമിന്റെ പേരിൽ ചങ്ങാത്തത്തിലാവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് ശാശ്വത പരിഹാരം എന്ന ഒറിജിനൽ ട്രംപ് പോളിസി, ഇപ്പോഴത്തെ ട്രംപ് അല്ല, 2016 മുതൽ 20 വരെ അമേരിക്ക ഭരിച്ചിരുന്ന 1ാം പ്രസിഡൻസിയുടെ കാലത്തെ ആ ഒരു ചിന്ത, അതിൽ നിർണായക സ്കീമായിരുന്നു സൗദിയുടേത്. ഇപ്പോഴിതാ അതേ സൗദിക്ക് മറ്റൊരു നിയോഗം വന്നു ചേർന്നിരിക്കുന്നു. അമേരിക്കയുമായി നിരന്തരം സംസാരത്തിലാണ്. അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയാണ്. അതായത് അറബി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കൻ താല്പര്യങ്ങൾ മേഖലയിൽ സംരക്ഷിക്കാനുള്ള നിയോഗവും ഒരു പരിധിവരെ സൗദിക്കാണ്. അപ്പോൾ അമേരിക്കൻ താല്പര്യം, അതായത് ട്രംപിന്റെ കൂടി താല്പര്യം പരിരക്ഷിച്ചുകൊണ്ട് വേണമല്ലോ അറബി രാജ്യങ്ങളുടെ ഒരു ഐക്യനിര രൂപപ്പെടുത്താൻ. ഞാൻ അറബ് ലീഗിനെ കുറിച്ചല്ല പറയുന്നത്, ഇപ്പോൾ GCCയെ കുറിച്ചാണ്. അറബ് ലീഗ് കുറച്ചുകൂടെ വലിയ സമിതിയാണ്. അറബ് ലീഗിന്റെ സമ്മേളനം 4-ാം തീയതി അറബ് ലീഗിന്റെ ആസ്ഥാനമായ ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖെയ്റോയിൽ കൂടാൻ പോകുന്നു. മാർച്ച് മാസം 4-ാം തീയതി. ആദ്യം ഫെബ്രുവരി 27 എന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്, അത് മാറ്റിവെച്ചു. അടുത്ത മാസം 4-ാം തീയതി അത് കൂടുന്നു. അതിന് മുൻപ് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണം. ആദ്യം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, അറബി ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈജിപ്തിൻ്റെതാണ്. ഈജിപ്തിനെ പൂർണ്ണമായി അറബ് രാജ്യങ്ങൾ വിശ്വസിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, സൗദിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈജിപ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ കതിരും പതിരും തെളിച്ചെടുക്കുകയും ജോർദാന്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുകയും ചെയ്യണം. കാരണം ഈ ഗസയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഈജിപ്ത്. അതുപോലെ പലസ്തീന്റെ കിഴക്കൻ മേഖലയായ വെസ്റ്റ് ബാങ്കുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ജോർദാൻ നദിയുടെ കിഴക്കൻ തീരത്തുള്ള ജോർദാൻ എന്ന രാജ്യം. ഈ 2 രാജ്യങ്ങളും വളരെ നിർണായകമാണ്. ഈ 2 രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായി അല്ലെങ്കിൽ പ്രവാസികളായി ഗാസയുടെ 23 ലക്ഷം പേരെ വിടണമെന്നാണ് ട്രംപിന്റെ പ്ലാൻ. ആ പ്ലാൻ ഒറ്റ
ഒരൊറ്റ രാജ്യം പോലും അംഗീകരിച്ചിട്ടില്ല. ട്രംപ് പറഞ്ഞു വെച്ചതല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു എൻഡോഴ്സ്മെന്റ് ഇല്ല. അറബ് രാജ്യങ്ങളിൽ ഒന്നുപോലും അതിനനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ആകെ പ്രതികരിച്ചത് ഇസ്രായേൽ മാത്രമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. ഇസ്രായേലിന് അതാണ് പറയാൻ. ഇസ്രായേൽ ആഗ്രഹിച്ചതും അമേരിക്ക കൽപ്പിച്ചതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഒഴികെയുള്ള ഒരു രാജ്യവും ഈ ഒരു പദ്ധതി ഗാസയുടെ ജനങ്ങളെ പൂർണ്ണമായി ആ മണ്ണിൽ നിന്നും ഒഴിപ്പിച്ചതിന് ശേഷം ഗാസ ഗംഭീരമായി സുന്ദരമായി ഒരു കടലോര വിശ്രമ കേന്ദ്രമായി റിവീറയായി രൂപപ്പെടുത്തി എടുക്കാം എന്ന അമേരിക്കയുടെ പദ്ധതിയെ ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക ഗാസയുടെ ആളുകൾക്ക് മടങ്ങി വരാനാവും എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്നേക്കുമായി അമേരിക്ക അത് ഏറ്റെടുക്കുന്നു. ഇസ്രായേലിന് മാത്രം സൗകര്യപ്രദമായ ഒരു രീതിയിൽ അമേരിക്ക അതിനെ വികസിപ്പിച്ചെടുക്കുന്നു. വേണമെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് ഗാസയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം, കുറെ കാശുണ്ടാക്കാൻ, കുറെ വ്യവസായ പാർക്ക്, കുറെ ഉല്ലാസ പാർക്കുകളും ഒക്കെ സൃഷ്ടിക്കാം എന്ന രീതിയിലാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ ട്രംപും പൂർണ്ണമായി സീരിയസ്നെസ്സിലായിരിക്കില്ല ഇക്കാര്യം. അത് പറഞ്ഞു വെച്ചു എന്നതല്ലാതെ അറബ് രാജ്യങ്ങൾ എന്തു പറയുന്നു എന്നാണ് ഒരു ഡീലർ കൂടിയായ ട്രംപ് ആഗ്രഹിക്കുന്നത്. ലീഡർ മാത്രമല്ല ട്രംപ്, ഹി ഈസ് എ ഡീലർ ഓൾസോ. ഡീലിന്റെ ഭാഗമാണല്ലോ ഒരു കാര്യം കയറ്റി പറഞ്ഞു വെക്കുക. ഇപ്പോഴിതാ പന്ത് അറബ് ലോകത്തിന്റെ കോർട്ടിലാണ്. ട്രംപ് പറയാനുള്ളത് പറഞ്ഞു വെച്ചു. ഇനിയിപ്പം അറബ് ലോകമാണ് പ്രതികരിക്കേണ്ടത് ഈ പ്രപ്പോസലിനോട്. ഇപ്പോൾ ഈ വരാൻ പോകുന്ന GCC മീറ്റിംഗിൽ രണ്ട് കാര്യങ്ങളാണ് അജണ്ടയിൽ. ഒന്ന്, ഗാസയുടെ റീകൺസ്ട്രക്ഷൻ എങ്ങനെ നടക്കണം, അതിൽ ഗാസയിൽ ഇപ്പോൾ അധിവസിക്കുന്ന ഗാസ നിവാസികളുടെ ഭാവി എന്തായിരിക്കണം, അവരെ അവിടെ തന്നെ അധിവസിപ്പിക്കാമോ, അവരെ തങ്ങളുടെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റിയതിനു ശേഷം ട്രംപ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നീക്കാമോ, അതും അല്ല എങ്കിൽ ഗാസയുടെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാറ്റി പാർപ്പിക്കാമോ. നമുക്കറിയാമല്ലോ 10,000-കണക്കിന് ടെന്റുകളാണ്, താൽക്കാലിക പാർപ്പിട ടെന്റുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് കൂട്ടി യോജിപ്പിക്കാവുന്ന പാർപ്പിടങ്ങൾ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അവ കടത്തി വിട്ടുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഗാസ നിവാസികളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി അധിവസിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാസ ഇടങ്ങളാണ്. അത് വീണ്ടും അത് കൂട്ടി യോജിപ്പിക്കാവുന്ന, ഡിസ്മാന്റിൽ ചെയ്യാവുന്ന, വീണ്ടും യോജിപ്പിക്കാവുന്ന ഇടങ്ങളാണ്. അതിനുള്ള അനുമതി ഉണ്ടാവണം. അതേക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അവരുടെ ഞാൻ കാണുന്നൊരു ചിന്ത ഇതാണ്, ഞാൻ കാണുന്നൊരു ചിത്രം ഇതാണ്. ഗാസയിൽ തന്നെ ഒരിടം ഒരുക്കിക്കൊണ്ട് ഗാസ നിവാസികൾക്ക് പരമാവധി ഭക്ഷണം, വെള്ളം, ഇന്ധനം, അവശ്യ സാഹചര്യങ്ങൾ, പുറത്ത് തണുപ്പിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കി കൊടുക്കാനുള്ള ഒരു വലിയ കർമ്മ പദ്ധതിയുമായി അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഗൾഫ് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരും. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതിൽ വലിയ സങ്കീർണതകളൊന്നും തന്നെയില്ല. ഇവരുടെ ഏതെങ്കിലും രാജ്യത്തേക്ക്, അമേരിക്ക പറയുന്നത് പോലെ ഒരു 10 ലക്ഷം പേരെ ഈജിപ്തിലേക്കും 13 ലക്ഷം പേരെ ജോർദാനിലേക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക്, ഇസ്രായേൽ പറയുന്നു കുറെ പേരെ സൗദി അറേബ്യയിലേക്ക് എടുക്കണം. ഇതൊന്നും തന്നെ അറബ് രാജ്യങ്ങൾ സമ്മതിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കീഴടങ്ങുന്നു അറബ് ലോകം എന്ന് വരും. അത് ഒരിക്കലും അവർ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഗസയ്ക്കുള്ളിൽ തന്നെ ഇടങ്ങൾ കണ്ടെത്തി തകർന്നു കിടന്ന കെട്ടിടങ്ങളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി അവരെ തൽക്കാലത്തേക്ക് അധിവസിപ്പിച്ചുകൊണ്ട് തകർന്നു കിടക്കുന്ന മേഖലകൾ അമേരിക്കയുടെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ പുനഃസൃഷ്ടിക്കാൻ വിശദമായ അറബി പദ്ധതി മുന്നോട്ട് വയ്ക്കാനും, അത് ഇപ്പം GCCയുടെയാണ്. അത് കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് പുറമെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരാഴ്ച കഴിയുമ്പോൾ നടക്കേണ്ട അറബ് ലീഗിന്റെ സമ്മേളനത്തിൽ അതേക്കുറിച്ച് ഫൈനൽ ധാരണ ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷമാണ് 2ാം ഘട്ടം വെടിനിർത്തൽ നിലവിൽ വരേണ്ടത്. അതുകൊണ്ട് 2ാം ഘട്ടം വെടിനിർത്തൽ ഇനി ഒരു 8-10 ദിവസത്തിനുള്ളിൽ നടക്കേണ്ടതാണ്. അതിന് മുന്നോടിയായി വ്യക്തമായ പ്ലാൻ വരികയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അതീവ സങ്കീർണവും സ്ഫോടനാത്മകവുമായ കാര്യമാണ്. അതാണ് ഹമാസിന്റെ ഭാവി. ഹമാസ് ആണല്ലോ ആക്രമണം നടത്തിയത്, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി 1200 പേരെ വധിക്കുകയും 250ഓളം പേരെ ബന്ദികളായി പിടിക്കുകയും ഒക്കെ ചെയ്തത് ഹമാസ് ആണല്ലോ. അപ്പൊ ഈ ആരോപണത്തിന്റെ കുന്തമുന വരുന്നത് ഹമാസിലേക്കാണ്. എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ പ്രതിരോധിച്ചു നിന്നതും ഹമാസ് ആണ്. ഹമാസ് നമുക്കറിയാവുന്നതുപോലെ ഒരു സൈനിക വിഭാഗം മാത്രമല്ല, അവർ ഭരണകൂടവുമാണ്, ഗാസയുടെ ഭരണകൂടമാണ്. ഇപ്പോഴും
വെടിനിർത്തൽ സമയത്തും ഗാസയെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഒരു സെമി ഭരണകൂടം തന്നെയാണ്. അതുകൊണ്ട് ഒരു പദ്ധതിയിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഗാസയിൽ ഹമാസിന്റെ പദവി എന്താകും, റോൾ എന്താകും, ഇതേക്കുറിച്ച് ഒരുപാട് സ്പെക്കുലേഷൻസ് ആണ് പലയിടങ്ങളിലും ഉള്ളത്. ഹമാസിന്റെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്നു തങ്ങൾക്ക് മാന്യമായ രീതിയിൽ മാറിപ്പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന രീതിയിൽ ഹമാസിന്റെ സംസാരമുണ്ട്. ഹമാസ് അത് പൂർണ്ണമായി ഗാസയുടെ ഭരണത്തിൽ ഏറ്റെടുക്കും എന്ന രീതിയിൽ ഹമാസ് തന്നെ പറയുന്നില്ല. ഒരുപക്ഷെ ഹമാസിന്റെ മനസ്സിൽ ഒരു സ്വതന്ത്ര സൈനിക സംഘടനയുമായി, സായുധ സംഘമായി, വ്യക്തമായ ഒരു മിലിറ്ററി പ്ലാനുള്ള ഒരു റെസിസ്റ്റൻസ് ഫോഴ്സായി റീഗ്രൂപ്പ് ചെയ്ത ഹമാസിനെ നിലനിർത്തണം എന്നതായിരിക്കാം. അപ്പൊ ആ ഹമാസിന്റെ താല്പര്യങ്ങളെ അതിലംഘിച്ചുകൊണ്ട് അവിടെ വരുന്ന ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാനാവാത്ത രീതിയിലുള്ള സ്വാധീന ശക്തി കൂടിയാകുന്ന ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഇൻഫാക്ട് ഗാസയുടെ അല്ലെങ്കിൽ പലസ്തീന്റെ മൊത്തത്തിലുള്ള സൈനിക സന്നാഹത്തിന്റെ ഒരു വലിയ ഭാഗമായി ഇസ്രയേലിനെ പ്രതിരോധിച്ചു നിൽക്കാൻ ഭാവിയിലും ഉള്ള ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷനായി ഹമാസിനെ രൂപപ്പെടുത്തിയെടുക്കണം, ഇറാന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെയോ. ഇത് ഹമാസിന്റെ ഒരു താല്പര്യം. അതേസമയം ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തി ഇങ്ങനെ ഒരു സൈനിക യൂണിറ്റായി നിലനിർത്തിയാൽ അപകടം പലതാണ് എന്ന് ഇസ്രയേലിനും അറിയാം, അറബ് ലോകത്തിനും അറിയാം. കാരണം ഒരു സൈനിക യൂണിറ്റിന് തീർച്ചയായും മറ്റു കാര്യങ്ങളൊന്നും ബാധകമല്ല, അവർ യുദ്ധം എന്നതിലേക്കാണ്. പക്ഷെ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന്റെ ഒരു പങ്കാളി, പല പ്ലെയേഴ്സ് വരുന്ന ഒരു ഭരണകൂടം. ഹമാസ് മാത്രമല്ല ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഉള്ളത്, പല 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 ഗ്രൂപ്പുകളുണ്ട്. ഹമാസ് ഉൾപ്പെടുന്ന ഗാസയെയും വെസ്റ്റ് ബാങ്ക് മേഖലയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പഴയ പാലസ്തീനിയൻ അതോറിറ്റിയുടെ ഏതെങ്കിലും ഒരു പുതിയ രൂപം പുനഃസൃഷ്ടിക്കാൻ ഒരു കൊയിലീഷൻ, ഒരു ഗ്രാൻഡ് കൊയിലീഷൻ ഓഫ് പലസ്തീനിയൻസ്, ഇത് രണ്ടും പലസ്തീനിയൻസ് ആണ്. ഗസയിലുള്ളവരും വെസ്റ്റ് ബാങ്കിലുള്ളവരും പലസ്തീനികളാണ്. പലസ്തീനികളുടെ ഒരു വിശാല കൊയിലീഷൻ, എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്നത്. അവർ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, പല രീതിയിലുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ളവരുണ്ട്, കൺസർവേറ്റീവ് ചിന്താഗതിയുള്ളവരുണ്ട്, മതമൗലികവാദ ചിന്താഗതിയുള്ളവരുണ്ട്, എല്ലാ വിഭാഗം ചിന്തകളുമുണ്ട്. അല്ലാതെ ഒരു ഏകശില രൂപത്തിൽ നമുക്ക് പലസ്തീനെ കാണാനാവില്ല. ഇതെല്ലാം ചേർന്നുകൊണ്ട് ഒരു പദ്ധതി. അങ്ങനെയെങ്കിൽ അത് വളരെ സങ്കീർണമാണ്. അത് ഇസ്രയേലുമായി നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഇസ്രയേൽ ഒരുപക്ഷെ ഹമാസിന്റെ ഏതെങ്കിലും ഒരു പങ്കാളിത്തം, ഏതെങ്കിലും ഒരു ഭരണത്തിൽ ഏതെങ്കിലും ഒരു പങ്കാളിത്തം സമ്മതിക്കില്ല. അത് മാത്രമല്ല, മൂന്നാം ഘട്ട വെടിനിർത്തലിൽ പ്രധാനമായും വരാൻ പോകുന്നത് ഫ്യൂച്ചർ ഗാസ അഡ്മിനിസ്ട്രേഷൻ എന്നതാണ്. ഇസ്രയേൽ ഒരു കാലത്തും അംഗീകരിക്കില്ല. ഹമാസിന്റെ പേര് കേട്ടാൽ തന്നെ ഇസ്രയേലിന് ചതുർത്ഥിയാണ്. ഒരുപക്ഷെ ട്രംപിന്റെ അമേരിക്കയും അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒന്നുകിൽ ഹമാസിനെ നിർവീര്യമാക്കണം, അല്ല എങ്കിൽ ഹമാസിനെ പുനരധിവസിപ്പിക്കണം, അതുമല്ലെങ്കിൽ ഹമാസിനെ ഏതെങ്കിലും മീനിങ് ഫുൾ റോൾ ഇൻ റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ ലഭിക്കണം. ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ ഹമാസ് എന്നതൊരു ഒരു സംഘടന മാത്രമല്ല, ഒരു ആശയം കൂടി ആയതുകൊണ്ടാണ്, ഒരു ആശയത്തെ കൊല്ലാനാവില്ല എന്നതുകൊണ്ട് ആ ആശയത്തെ ഏത് രീതിയിൽ വളരെ ശാന്തമായി പ്രതിനിധീകരിക്കണം എന്ന ഒരു ചിന്തയും അറബ് രാജ്യങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല, അറബ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം എന്ന് പറയുന്നത് എല്ലാ ക്രെഡിറ്റും മാനവും മഹത്വവും എല്ലാം തന്നെ അമേരിക്ക കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം അതുണ്ടാകാൻ പാടില്ല. തങ്ങളുടെ സഹോദരന്മാർക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ അന്യരാജ്യമായ അമേരിക്ക അവിടെ വന്ന് ഏറ്റെടുക്കും, നടത്തിയെടുക്കും എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖത്ത് അടിയേൽക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വയബിളായ ഒരു ഗാസ പ്ലാനുമായി ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ.